വെൽക്കം ബാക്ക് ടു ദ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ വണ്ടറസ് വേൾഡിലെ വാട്ടർ ഇത് എസൻസ് ഓഫ് ലൈഫ് എന്ന ഭാഗത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമുക്ക് ബുക്കിലേക്ക് പോകാം. ആക്ടിവിറ്റി 2. ടേക്ക് എ സ്റ്റീൽ ഗ്ലാസ്. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. പുട്ട് സം ഐസ് ക്യൂബ്സ് ഇൻ ഇറ്റ്. അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. ഒബ്സർവ് ദ സ്മോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോമിങ് ഓൺ ദ ഗ്ലാസ്. ഗ്ലാസിൻ്റെ പുറമേ, ആ സ്റ്റീൽ ടംബ്ലറിൻ്റെ പുറമേ വെള്ളത്തിൻ്റെ തുള്ളികൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേ വേർ ഡു ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്നത്? വാട്ടർ ഡ്രോപ്ലെറ്റ് വന്നത് വായുവിൽ നിന്നാണ്. അപ്പോൾ വായുവിൽ വെള്ളമുണ്ട്, അതിൽ നിന്നാണ് ആ ടംബ്ലറിൻ്റെ പുറമേ വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ടായത്, അല്ലേ? വേർ ഡു ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കം ഫ്രം? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കംസ് ഫ്രം ദി എയർ. വാട്ട് ഹാപ്പൻസ് ടു ദി ഐസ് ക്യൂബ്സ് ആഫ്റ്റർ ദേ ആർ ലെഫ്റ്റ് ഇൻ ദ ഗ്ലാസ് ഫോർ സം ടൈം? ഈ ഐസ് ക്യൂബ്സിന് എന്ത് സംഭവിക്കും കുറച്ച് നേരം കഴിയുമ്പോഴേ? ദ ഐസ് ക്യൂബ്സ് മെൽറ്റ് ടു ഫോം ലിക്വിഡ് വാട്ടർ. ഇഫ് വി ഹീറ്റ് വാട്ടർ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്? വെള്ളം തിളപ്പിച്ചാലേ, ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ഇഫ് വി ഹീറ്റ് വാട്ടർ, വാട്ടർ ബിക്കംസ് വാട്ടർ വേപ്പർ. വെള്ളം തിളച്ച് നീരാവിയാകും. നീരാവിയുടെ പേരാണ് വാട്ടർ വേപ്പർ എന്ന്. ഇൻ ദി എബവ് ആക്ടിവിറ്റി വാട്ട് ഫോംസ് ഓഫ് വാട്ടർ ഡു യു സീ? ഈ പ്രവർത്തനത്തിലെ ജലത്തിൻ്റെ ഏതെല്ലാം രൂപങ്ങളാണ് നിങ്ങൾ കണ്ടത്? നമ്മൾ കണ്ടത് ജലത്തിൻ്റെ സോളിഡ് ഫോമിലുള്ള ഐസ്, ലിക്വിഡ് ഫോമിലുള്ള സാധാരണ ജലം, ഗേഷ്യസ് ഫോമിലുള്ള വാട്ടർ വേപ്പർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മനസ്സിലായോ? ഒബ്സർവിങ് ചേഞ്ചസ് ഒക്കെ നമ്മൾ നിരീക്ഷിക്കുക. ഇതിൽ 2 കോളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കോളം ആക്ടിവിറ്റി, രണ്ടാമത്തെ കോളം ഐ ഒബ്സർവ് എന്നാണ്. ആക്ടിവിറ്റി ഐസ് മെൽറ്റിംഗ്. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസ് ടേൺസ് ടു വാട്ടർ. ഐസ് വെള്ളമായിട്ട് മാറുന്നു. അതാ ഐ ഒബ്സർവ് എന്ന സ്ഥലത്ത് എഴുതേണ്ടത്. അടുത്തത് വാട്ടർ ബോയിലിംഗ്. എന്താ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? വാട്ടർ ടേൺസ് ടു വാട്ടർ വേപ്പർ. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്തത് വാട്ടർ ഇൻ സൺലൈറ്റ് ഫോർ 3 days. ക്വാണ്ടിറ്റി ഓഫ് ദി വാട്ടർ ബിക്കം ലെസ് ഇൻ 3 days. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതെവിടെ പോകുന്ന? വെള്ളം നീരാവിയായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ത്രൂ ദീസ് എക്സ്പെരിമെൻറ്റ്സ് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദാറ്റ് വാട്ടർ ക്യാൻ ചേഞ്ച് ഇൻ ടു ഐസ്, സ്റ്റീം ആൻഡ് ക്യാൻ ഓൾസോ റിട്ടേൺ ടു ഇറ്റ്സ് ലിക്വിഡ് ഫോം. ത്രൂ ദീസ് എക്സ്പെരിമെൻറ്റ്സ്, ഈ പരീക്ഷണങ്ങളിലൂടെ വി ഫൗണ്ട് ഔട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചത്? ദാറ്റ് വാട്ടർ ക്യാൻ ചേഞ്ച് ഇൻ ടു ഐസ് ആൻഡ് സ്റ്റീം. വെള്ളത്തെ, ദ്രാവക രൂപത്തിലുള്ള വെള്ളത്തെ ഐസായിട്ടും സ്റ്റീമായിട്ടും മാറ്റിയെടുക്കാം, ഇല്ലേ? വെള്ളത്തെ തണുപ്പിച്ചാൽ ഐസാവും, വെള്ളം ചൂടാക്കിയാൽ സ്റ്റീമാകും. സ്റ്റീം മീൻസ് നീരാവി. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ റിട്ടേൺ ടു ഇറ്റ്സ് ലിക്വിഡ് ഫോം. അത് തിരിച്ച് ലിക്വിഡ് ഫോമിൽ വേണം നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാം. ദെൻ വാട്ടർ സൈക്കിൾ. എന്താ ഈ വാട്ടർ സൈക്കിൾ? ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഹൗ മെനി ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ നേച്ചർ. എന്തെല്ലാം തരത്തിലുള്ള ചേഞ്ചസാണ്, മാറ്റങ്ങളാണ് പ്രകൃതിയിൽ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി 3, 3ാമത്തെ ആക്ടിവിറ്റിയാണ്. ടേക്ക് എ ട്രാൻസ്പെറൻറ്റ് ബാഗ്. ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗ് എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ആയിക്കോട്ടെ. യൂസ് എ മാർക്കർ ടു ഡ്രോ ദ സൺ, ക്ലൗഡ്സ്, ട്രീസ് ആൻഡ് ആരോസ് ഓൺ ഇറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ പടം വരയ്ക്കണം. യൂസ് എ മാർക്കർ. ഒരു മാർക്കർ ഉപയോഗിച്ചാൽ പടം വരയ്ക്കണം. എന്തിൻ്റെയൊക്കെയാണ്? സണ്ണുണ്ട്, സൂര്യൻ, ക്ലൗഡ്സ് മേഘങ്ങൾ, ട്രീസ് മരങ്ങൾ, ആരോസ് ഓൺ ഇറ്റ്. അതല്ല ആരോ കണ്ടില്ലേ വരച്ചിരിക്കുന്നത്? അമ്പിൻ്റെ അടയാളം. ആ ഷോൺ ഇൻ പിക്ചർ പടത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഫിൽ 1/3 ഓഫ് ഇറ്റ് വിത്ത് കളേർഡ് വാട്ടർ. അതിൽ 1/3 ഭാഗം നിറമുള്ള വെള്ളം ഒഴിക്കണം. യു ക്യാൻ യൂസ് ബ്ലൂ പെയിൻറ്റ് ഓർ ഫുഡ് ഡൈ ഫോർ ദിസ്. നിങ്ങൾക്ക് നീല നിറമുള്ള കളറോ അല്ലെങ്കിൽ ഫുഡ് ഡൈയോ ഉപയോഗിക്കാം. സീൽ ദ ബാഗ് ടൈറ്റ്ലി ടു പ്രിവെൻറ്റ് എനി ലീക്സ്. നല്ലപോലെ ഒട്ടിച്ച് നല്ല സീൽ ചെയ്യണം. അപ്പോൾ പിന്നെ വെള്ളം പുറത്തേക്ക് പോവില്ലല്ലോ. സീൽ ദ ബാഗ് ടൈറ്റ്ലി. ബാഗ് നല്ലപോലെ ടൈറ്റായിട്ട് സീൽ ചെയ്യണം. ടു പ്രിവെൻറ്റ് എനി ലീക്സ്. വെള്ളമൊക്കെ ലീക്ക് ചെയ്ത് പോകാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റ്. അത് വെയിലത്ത് കൊണ്ടുവെക്കുക. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻസൈഡ് ദ ബാഗ്. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ചെന്ന് നോക്കുക എന്തെല്ലാം മാറ്റം ഈ ബാഗ് വന്നിട്ടുണ്ടെന്ന്.
അവിടെ 3 റോ ഉണ്ട്. ഒന്നിൽ കാണുന്നത് ഐ ഒബ്സർവ്, അടുത്തത് ഐ വണ്ടർ, പിന്നെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നോക്കാം. ഐ ഒബ്സർവ് വാട്ടർ ഹീറ്റ്സ് അപ്പ്. എന്താണ് ഒബ്സർവ് ചെയ്ത്? വെള്ളം ചൂടായെന്ന് നിരീക്ഷിച്ചു അല്ലേ. ഇനി ഐ വണ്ടറിൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട് ഹൗ ഡസ് വാട്ടർ ഹീറ്റ്സ് അപ്പ്. ഞാൻ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് വെള്ളം ചൂടായത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശം കൊണ്ടാണ് ചൂടായതെന്ന് അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോംഡ് ഇൻസൈഡ് ദ കവർ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കവറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നതാണ്, വെള്ളത്തിൻ്റെ തുള്ളികളെ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോംഡ് ഇൻസൈഡ് ദ കവർ. കവറിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ ഡ്രോപ്പ് ഇങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നതാണ്. ഐ വണ്ടർ ഹൗ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ദ കവർ. അതിൻ്റെ അടുത്തത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഹീറ്റ് ഓഫ് ദി സൺലൈറ്റ്. ആസ് യു ഹാവ് സീൻ ഇൻ ദി എബവ് ആക്ടിവിറ്റി, മുൻ പ്രവർത്തനത്തിൽ കണ്ടതുപോലെ ദ സൺസ് ഹീറ്റ് കോസസ് ദ വാട്ടർ ടു ടേൺ വാട്ടർ വേപ്പർ. സൂര്യൻ്റെ ചൂട് വെള്ളത്തെ നീരാവിയാക്കി മാറ്റുന്നു. ദ സൺസ് ഹീറ്റ് കോസസ് ദ വാട്ടർ ടു ടേൺ ഇൻ ടു വാട്ടർ വേപ്പർ. വെള്ളത്തെ നീരാവിയാക്കി മാറ്റാൻ സൂര്യൻ്റെ ചൂടിന് കഴിയുന്നു. വെൻ ദ വാട്ടർ വേപ്പർ കൂൾസ്, വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പോഴോ, ഇറ്റ് ഫോംസ് എ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദ ബാഗ്. അത് ബാഗിൻ്റെ ഉള്ളിൽ ചെറിയ കണങ്ങളായിട്ട് മാറുന്നു, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നു. ഇവൻച്വലി ദീസ് ഡ്രോപ്ലെറ്റ്സ് ഫോൾ ബാക്ക് ഡൗൺ. പിന്നീട് സാവധാനം ഈ ഡ്രോപ്ലെറ്റ്സ് തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോകും. സിമിലർലി ഇൻ നേച്ചർ, ഇതുപോലെ തന്നെയാണ് പ്രകൃതിയിൽ. ഹീറ്റ് കോസസ് വാട്ടർ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ലൈക്ക് ഓഷ്യൻസ് ആൻഡ് റിവേഴ്സ്. സമുദ്രത്തിലെയും നദികളിലെയും ഒക്കെ വെള്ളം ചൂട് കൊണ്ട് ബിക്കം വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പറായിട്ട് മാറും. അപ്പോൾ ജലബാഷ്പമായിട്ടിങ്ങനെ പോകുവേ, ടു ബിക്കം വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ ഫോംസ് ക്ലൗഡ്സ്. അങ്ങനെ പോകുന്ന നീരാവിയാണ് മേഘങ്ങളായിട്ട് മാറുന്നത്. വാട്ടർ വേപ്പേഴ്സ് ഫോംസ് ദ ക്ലൗഡ്സ്. അവ മേഘങ്ങളായിട്ട് മാറും. വിച്ച് കംസ് ഡൗൺ ആസ് റെയിൻ. അത് പിന്നീട് മഴയായിട്ട് പെയ്തിറങ്ങും. സ്നോ ആൻഡ് ഹെയിൽ. മഞ്ഞായിട്ടും ഹെയിലായിട്ടും വരും. എന്താണ് ഹെയിൽ? ഇറ്റ് ഈസ് ദ ഫ്രോസൺ റെയിൻ. ആലിപ്പഴം പൊഴിയാന്ന് പറയും. ദിസ് വാട്ടർ ഗോസ് ബാക്ക് ടു ദ റിവേഴ്സ്. ഇതെല്ലാം വീണ്ടും നദിയിലേക്ക് ഒഴുകിച്ചില്ലേ വെള്ളമേ. ലേക്സിലും ഓഷ്യൻസിലും ഒക്കെ ചെല്ലും. മനസ്സിലായില്ലേ? ദിസ് കോൺസ്റ്റൻറ്റ് സർക്കുലർ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ സ്ഥിരമായ ഈ ചാക്രിക ചലനത്തെ വാട്ടർ സൈക്കിൾ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദിസ് കോൺസ്റ്റൻറ്റ് സർക്കുലർ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ നേച്ചർ ഈസ് കോൾഡ് ദ വാട്ടർ സൈക്കിൾ. ഇതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ആ പടം കൊടുത്തിരിക്കുന്നത് കണ്ടോ? നദിയിലെയും ഓഷ്യനിലെയൊക്കെ വെള്ളം ചൂടുകൊണ്ട്, സൂര്യൻ്റെ ചൂടുകൊണ്ട് നീരാവിയായിട്ട് മുകളിലോട്ട് വരുന്നത് കണ്ടോ? ആ നീരാവിയാണ് കാർമേഘമായിട്ട് മാറുന്നത്. ആ കാർമേഘത്തിൽ തണുത്ത കാറ്റൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ തണുക്കുമ്പോഴും മഴയായിട്ട് പെയ്തിടണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തത് ഗ്രൗണ്ട് വാട്ടർ. എന്താണ് ഭൂഗർഭജലം എന്ന? ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻസ് ടു റെയിൻ വാട്ടർ വെൻ ഇറ്റ് കംസ് ഡൗൺ. മഴവെള്ളം താഴേക്ക് വരുമ്പോഴേ എന്താണ് അതിന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വെൻ ഇറ്റ് റെയിൻസ് സം വാട്ടർ ഈസ് സോക്ഡ് അപ്പ് ബൈ ദി സോയിൽ. മഴ പെയ്യുമ്പോഴേ മണ്ണ് നനഞ്ഞു കുതിരും, അതിന് കുറേ വെള്ളം ഉപയോഗിക്കും. ദിസ് വാട്ടർ സിങ്സ് ത്രൂ ദ ലെയേഴ്സ് ഓഫ് സോയിൽ. മണ്ണിൻ്റെ പല അടുക്കുകളിലൂടെ ഇത് താഴേക്ക് ഊർന്നിറങ്ങും ഈ വെള്ളം. ആൻഡ് റോക്സ്, അതുപോലെ താഴെയുള്ള പാറകൾക്കിടയിലൂടെയും. ദ വാട്ടർ ദാറ്റ് ഗെറ്റ്സ് സ്റ്റോർഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ഈസ് കോൾഡ് ഗ്രൗണ്ട് വാട്ടർ. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ വെള്ളം സംഭരിക്കപ്പെടും. ഇതിനെയാണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. വി ഡിഗ് വെൽസ്, നമ്മൾ കിണർ കുഴിക്കുന്നു, ബോർവെൽസ് കുഴിക്കുന്നു, ബോർവെൽ, ട്യൂബ് വെൽസ് ആൻഡ് ഹാൻഡ് പമ്പ്സ് ടു ഡ്രോ ദിസ് വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട് ഫോർ അവർ യൂസ്. നമ്മുടെ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നു? ഹാൻഡ് പമ്പ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വെള്ളം എടുക്കും. ഇൻ സിറ്റീസ് വിത്ത് മെനി സിമെൻറ്റഡ് സർഫസ്. പട്ടണങ്ങളിലൊക്കെ സിറ്റികളിലൊക്കെ സിമെൻറ്റഡ് സർഫസ് ഉള്ള സ്ഥലങ്ങളിൽ റെയിൻ വാട്ടർ കനോട്ട് ഗോ ഇൻ ടു ദ ഗ്രൗണ്ട് ഈസിലി. മണ്ണിലേക്ക് വെള്ളം അങ്ങനെ ആഴ്ന്നിറങ്ങുകയല്ല. മുകളിൽ ടാറും കോൺക്രീറ്റും ഒക്കെ ആണെങ്കിലേ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ വരുമ്പം ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് നടക്കുകയല്ല. അതായത് ഭൂമിക്കടിയിൽ പിന്നെ ഭൂഗർഭജലം ഉണ്ടാവില്ല. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.